നമ്മളോടൊപ്പം ഇന്നുള്ളത് വൈക്കത്തിന്റെ ഇന്ത്യ സ്ഥാനാർത്ഥിയായ കെ അജിത്താണ്. നമസ്കാരം സർ. നമസ്കാരം. കഴിഞ്ഞ 40 വർഷമായിട്ട് CPI പ്രവർത്തിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം BJP മാറിയ ഒരു കാര്യം വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ്. അത് മാറാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? ഞാൻ 40 വർഷമായി പാർട്ടി മെമ്പറായിരുന്നു. അതില് വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ 7ാം ക്ലാസ് പഠിക്കും മുതൽ ഞാൻ ASFന്റെ ഭാരവാഹിയായിട്ട് വരുന്നത്. 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ സമരത്തിൽ പങ്കെടുത്തു. പോലീസ് ഞാൻ തല്ലുമേടിച്ചിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്. 9ാം ക്ലാസ്സിൽ നവോദയ സ്കൂളിനെതിരെ സമരം നടത്തി ഞാൻ ഒരു ദിവസം പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. തുടർന്ന് അങ്ങോട്ട് വന്ന എല്ലാ സമരമുഖങ്ങളിലും എന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ 40 വർഷം പാർട്ടിയുടെ ഏറ്റവും അടിത്തട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം, യുവജന രാഷ്ട്രീയം, പാർട്ടി ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി, അതുപോലെ തന്നെ പാർട്ടി ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, മണ്ഡലം കമ്മിറ്റി അംഗം, മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി, മണ്ഡലം ജില്ലാ കമ്മിറ്റി അംഗം, അങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ വളർന്നു വന്നു. 40 വർഷമായി ഈ പാർട്ടി മെമ്പർഷിപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പാർട്ടി ജീവിതം 40 വർഷമാണ്. പക്ഷെ ഞാനൊരു സുപ്രഭാതത്തില് പാർട്ടിയുടെ കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കും. അത് മത്സരിച്ച വന്നല്ല, അതിന് തെരഞ്ഞെടുത്ത് വന്നല്ല. മത്സരിച്ച് വരുമ്പോൾ അറിയാലോ, മത്സരിച്ച് വരുന്നെങ്കിലും ഒരു പാർട്ടിക്കകത്തൊരു സ്വാധീനമുള്ള ആൾക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റും. അങ്ങനെ വന്ന് 3 വർഷം കഴിഞ്ഞ് 3ാം വർഷം വൈക്കത്ത് വെച്ച് സമ്മേളനം നടക്കുക. ആ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിന്റെ റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, കെ അജിത്ത് എന്ന് പറയുന്ന ഞാൻ പുതുപ്പള്ളിയിൽ പാർട്ടി ചുമതല ഇലക്ഷൻ കുമ്പഞ്ഞാട്ട് നടത്തിയ ശേഷം ഇലക്ഷൻ ചുമതല തന്ന് 42 ദിവസം അവിടെ പ്രവർത്തിച്ചിട്ട് അവിടെ പാർട്ടി ശക്തിപ്പെട്ടെന്നും പുതിയ ആൾക്കാർ പാർട്ടി രംഗത്ത് കടന്നു വന്നും VV വിനുവിന്റെ റിപ്പോർട്ടിനകത്തുണ്ട്. പക്ഷേ അതിനുശേഷം വന്ന സമ്മേളനത്തിന് ശേഷം പുതിയ കമ്മിറ്റി രൂപീകരിച്ചതും എന്നെ ഏകപക്ഷീയമായി മാറ്റാൻ തീരുമാനിച്ചു. അതിനൊരു കാരണം പറഞ്ഞത് വൈക്കത്ത് നാള് കൂടുതലാണ്, വൈക്കത്ത് നാള് കൂടുതലായ സാഹചര്യത്തിൽ രണ്ടുപേരും മാറി നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗമായ ലീനമ്മ ഉദയകുമാറിനോട് മാറ്റി. അതിനുശേഷം ഞാൻ അപ്പം എൻ്റെ എതിർപ്പോടെ പറഞ്ഞു, എന്നെ മാറണം, ഞാൻ 3 വർഷം കഴിഞ്ഞ് വന്നാണ്, എന്നെ നിങ്ങൾ ഉൾക്കൊള്ളണം, ഞാനൊരു പാർട്ടിയുടെ പട്ടികജാതി സംഘടനയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ്, ദേശീയ സമിതി അംഗമാണ്. അപ്പം എനിക്കൊരു അവസരം കൂടി തരണം. ഇവിടെ 45 വർഷവും 48 വർഷമായ ആൾക്കാർ ഈ കമ്മിറ്റി ഇതേപോലെ ഇരിക്കുകയാണ്, അവരെ ഒന്ന് മാറ്റിയിട്ട് തന്നെ എന്ന് പറഞ്ഞു. പക്ഷെ അവരെല്ലാം ഏകാധിപത്യ പോലെ ഞങ്ങൾ മാറിയാല, അത് മാറേണ്ടത് നിങ്ങൾ മാറണം. ഈ പാർട്ടിയുടെ അകത്തൊരു വെച്ചാൽ ഈ പാർട്ടി കമ്മിറ്റികളിൽ എപ്പോഴും മാറ്റുന്നത് ഈ റിസർവേഷൻ കാൻഡിഡേറ്റ്. അപ്പം എന്നിട്ട് പുതിയ റിസർവേഷൻ കാർഡിനെ അങ്ങോട്ട് തുടങ്ങും. അപ്പം തന്നെ നോക്കുമ്പം പുതിയ ആൾക്ക് അവസരം കൊടുത്തു, ഒരാളെ മാറ്റി, റിസർവേഷൻ കാൻഡിഡേറ്റ് കൊടുത്തു, പുതിയ ആൾ വന്നു. അതാണ് ഒരു തന്ത്രം അതിനകത്ത് വരുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു റിസർവേഷൻ കാൻഡിഡേറ്റ് ഇപ്പം ദേശീയ തലത്തിൽ, ഇപ്പൊ പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ളത് ഡി രാജയുണ്ട്. പക്ഷെ ഇവിടെ എൻ രാജൻ എന്ന് പറയുന്ന ഒരാള് പാർട്ടിയുടെ സംസ്ഥാന സമിതിയിലുണ്ട്. പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാന ഏറ്റവും ഉപരി കമ്മിറ്റികൾ ഏത് കമ്മിറ്റിയിലേക്കും ഒരു 15 അംഗ കമ്മിറ്റി മാത്രമേ അത്രേ ഉള്ളൂ, അതുകൊണ്ട് കമ്മിറ്റി അംഗങ്ങൾ പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ 2 പേരെ CK ആശാരിയും ദീപതീരെയും ഉൾപ്പെടുത്തി ഞങ്ങൾ 2 പേരെ മാറ്റി കമ്മിറ്റി രൂപീകരിച്ചു. പക്ഷേ കൗൺസിൽ വന്നു കഴിഞ്ഞപ്പം അത് 15 എന്നുള്ള 17 വർദ്ധിച്ചു. അപ്പോഴും വീണ്ടും 2 പേരെ എടുത്തു. അപ്പൊ ഈ 2 പേരെടുക്കുകയും 2 പേര് ഒഴിവാക്കി, പുതിയതായി 4 പേര് വരികയും 2 പേര് മാറിപ്പോവുകയും ചെയ്തു. 2-3 കമ്മിറ്റി കഴിഞ്ഞപ്പം എന്റെ ഒപ്പം മാറിയ ലീനമ്മ ഉദയകുമാർ എന്ന് പറയുന്ന ആ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗം സ്വാഭാവികം അതിന്റെ അകത്ത് എക്സിക്യൂട്ടീവ് അംഗമായി ഇരിച്ചത്. അപ്പോൾ തത്വത്തിൽ ഞാൻ മാത്രം വെളിപ്പോയി, ഞാൻ മാത്രം മാറിയിരുന്നു. അതിന്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാണ് ഞാൻ വിനോദിച്ചു കത്ത് കൊടുത്തത്. എന്തെങ്കിലും പേരിൽ അഴിമതിയോ മറ്റിതര ആരോപണങ്ങളോ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് ചൂണ്ടിക്കാണിക്കണം. അപ്പൊ എന്റെ തരം താഴ്ത്തിയതിനോ അല്ലെങ്കിൽ മറ്റൊന്നിന്റെ കാരണം എനിക്ക് അറിയാമെന്നു. പക്ഷെ അത് ഏതാണ്ട് 2 മാസം കഴിഞ്ഞപ്പോഴാണ് വിനോദം ഈ വിഷയം അറിയുന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഒരു പാർട്ടി സെക്രട്ടറി അങ്ങനെ പറയാൻ പാടില്ല. ഒരു കേഡർ, ഒരു ജില്ലാ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ഒരാള് 3 ദിവസം മാറുമെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അറിയണം. അതാണ് പാർട്ടി സംവിധാനം. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇറങ്ങാതെ സഹകരിക്കാതെ മാറി നിന്നിട്ട് പോലും അവരറിഞ്ഞില്ല എന്ന് പറയുന്നത് കള്ളത്താണ്. അപ്പം അവരറിഞ്ഞിരിക്കുന്നു, പക്ഷെ അത് വേണ്ട, എന്നെ കൂട്ടണ്ടെന്ന് തീരുമാനത്തിന്റെ പുറത്താണ് അവർ മുന്നോട്ട് പോയത്. 6 മാസം കാത്തിരുന്നു. 6 മാസം കഴിഞ്ഞ് തീരുമാനം ഉണ്ടായില്ല. 7ാം മാസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയാൽ ഞാൻ എപ്പോഴും ജനങ്ങളിടയിൽ നിൽക്കുന്ന ആളാണ്, എപ്പോഴും ഞാൻ ടൗണിലുള്ള ആളാണ്. അപ്പൊ അങ്ങനെ എനിക്ക് വീടിനകത്ത് മാത്രമേ ഇരുന്ന് ഒരു ഭ്രാന്ത് ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഞാൻ മാറി തിരിക്കാൻ തുടങ്ങി. എനിക്ക് എവിടെയും പ്രവർത്തില്ല. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അതിനകത്ത് ഇന്ന് ഇടത് വലത് കക്ഷികളെല്ലാം ഒന്നാ, ഇവിടെ 2ആയിട്ട് നിൽക്കുകയും കേന്ദ്രത്തിൽ ഒന്നായി നിൽക്കുകയും വേണ്ടത് ഒരു മാറ്റം. ആ മാറ്റത്തിൽ ഞാൻ ആഗ്രഹിച്ചത് BJP ആണ് ഞാൻ ചോയ്സ് ചെയ്തത്. കാരണം BJP ഇവരൊക്കെ പറയുന്നത് വലിയ വർഗീയ പാർട്ടിയാണ്, പ്രശ്നമാണ്, ദളിതുകൾക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറഞ്ഞു, വടക്കേ ഇന്ത്യ മുഴുവൻ ദളിതുകളെ ആക്രമിക്കുന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് ഞാൻ ചെന്നിട്ട് എന്നെ ആരും ആക്രമിക്കാത്ത? ഞാൻ വന്നൊരു 5-6 ദിവസമായില്ല, ഒരു മാസം എടുക്കാറുണ്ട്, എന്നെ ആരും ആക്രമിച്ചിട്ടില്ല, എന്നോട് ഒരു മാറിയിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഒരു ജാതീയ വേർതിരിവും കാണിച്ചിട്ടില്ല. പക്ഷെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് ജാതീയ വേർതിരിവുണ്ട്,
നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇപ്പൊ ഈ പറഞ്ഞ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് അധികാരത്തിൽ വന്നത് ഇടതുപക്ഷ മുന്നണി. CPIക്ക് ഏതെങ്കിലും ദളിത് മന്ത്രി ഉണ്ടായിരുന്നു? ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? ഇപ്പൊ തൊട്ടപ്പുറത്ത് ചേർത്തലയില് 1-ാം വട്ടം മത്സരിച്ച പി പ്രസാദ് മന്ത്രിയായി. അവിടെ ചിഞ്ചു റാണി 1-ാം വട്ടം മത്സരിച്ച ആൾ മന്ത്രിയായി. എന്തുകൊണ്ട് CK ആശ മന്ത്രിയാക്കിയെന്നില്ല? എന്റെ ചോദ്യം അതാണ്. CK ആശ നിങ്ങൾ എന്തുകൊണ്ട് മന്ത്രിയാക്കിയില്ല? ആശ മോശമാണോ? അവർ തന്നെ കഴിഞ്ഞ ദിവസം സമ്മേളനം നടത്തി അവർ പറഞ്ഞത് 2600 കോടിയുടെ വികസനം നടത്തി, വികസന നായിക എന്ന് പറഞ്ഞു. അവരോട് വികസന ജാഥ നടത്തിയത് എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്തി? അപ്പം വൈക്കത്തുനിന്ന് ഒരു മന്ത്രി ഉണ്ടാകരുത്, വൈക്കത്തുനിന്ന് ഉയർന്ന തലങ്ങളിലേക്ക് ആരും പോകരുത് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കുകയാണ്. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ചിന്തിക്കാൻ പാടുള്ള പാർട്ടിയാണ്. അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പൊ അടിസ്ഥാന വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുകയും മറ്റുള്ള ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ഇപ്പം നമ്മൾ അതിന്റെ മന്ത്രിസഭയുടെ അംഗങ്ങളുടെ എണ്ണം പരിശോധിച്ച് ഏതൊക്കെ ആൾക്കാർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം അത് ദളിതർക്ക് ഈ പറഞ്ഞ പോലെ CPIയിലെ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു പരിഗണന ലഭിച്ചില്ല എന്നാണ് താങ്കളുടെ ഏറ്റവും വലിയൊരു പരാതി. എന്റെ പരിഗണന വെച്ചാൽ പൊളിറ്റിക് ഇത് നമ്മുടെ പാർലമെന്ററി വ്യവസ്ഥയിലല്ല, പാർട്ടി വ്യവസ്ഥയിലേക്ക്. അപ്പൊ അത് ഈ BJPയിലേക്ക് വരുമ്പോഴേക്കും ഇവിടെ എങ്ങനെയാണ് താങ്കൾ ആ മാറ്റം കൊണ്ടുവരാൻ? ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ LDF CPIയിൽ നിന്നപ്പോ അതേപോലെ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കും. ഒരാൾ നല്ലപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ BJP അവർ അംഗീകരിക്കും, അല്ലെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുമായിരിക്കും. പക്ഷേ എന്റെ പ്രവർത്തനം അവർക്ക് ഇഷ്ടപ്പെടണം. അതുകൊണ്ട് അവരെ ഏൽപ്പിച്ച ചുമതല ഇപ്പോൾ ഇവിടെ മത്സരിക്കുകയാണ്. ഞാൻ വരുന്ന സമയത്ത് പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ മത്സരിക്കുകയില്ലെന്ന് തീരുമാനിച്ചാൽ വന്നാൽ അവരോടും പറഞ്ഞു ഞാൻ മത്സരിക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാനൊരു സാധാരണ പ്രവർത്തനം എന്നുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കൊരു കാഴ്ചപ്പാട് വൈകുന്നേരം മത്സരിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവർക്ക് കാഴ്ചപ്പാടുണ്ടായി. അവർ ഒരു സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ തീരുമാനം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ ഒരു മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ CPIയിൽ നിന്നപ്പോൾ തന്നെയായിരുന്നു. ഞാൻ UK പോകാനായിട്ട് പാസ്പോർട്ട് എടുത്ത് UK പോകാൻ ഞാനും ഭാര്യയായിട്ട് UK പോകാനായിട്ട് റെഡിയാക്കി നിൽക്കുമ്പോഴാണ് പാർട്ടി മത്സരിക്കാൻ പറയുന്നത്. പാസ്പോർട്ട് എടുത്ത് മാറ്റി വെച്ച് ഞാൻ പാർട്ടി പറഞ്ഞ് അനുസരിക്കുകയായിരുന്നു. ഇവിടെ പറഞ്ഞാൽ BJP ഒരു വർഗീയ പാർട്ടിയാണ്. അതാണ് ഒരു കാഴ്ചപ്പാട് എല്ലാവരുടെയും. ആ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് താങ്കൾ ഒരു മാറ്റം മാറി ചിന്തിച്ചത് എങ്ങനെയാണ്? BJP വർഗീയ പാർട്ടിയെന്ന് പറഞ്ഞു വരുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിനകത്തുള്ളത്ര വർഗീയത ഇതിനകത്തില്ല. അവർ പറയുന്നത് മുഴുവൻ കള്ളത്തരങ്ങളാണ്. ഇവിടെ വർഗീയത പാർട്ടികൾ. അപ്പൊ നമുക്കറിയാം, പാലക്കാട് 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച് കൊന്നു ആരാ? അതിന്റെ പുറകിൽ ആരായിരുന്നു? അവനകത്ത് കാണുന്നതെന്താ? ഇവിടെ ഇത്ര നാളൊരു ഭരിച്ചല്ലോ. ഈ ഉന്നതി എന്ന് പറയും പേര് മാറ്റിയതല്ല, ഈ കോളനികൾക്ക് ഉന്നതി എന്ന് പേര് മാറ്റി. പക്ഷെ അടിസ്ഥാന വികസനം എന്താ കൊണ്ടുവന്നു? അടിസ്ഥാന വികസനം അവർക്ക് ഒരു വെള്ളപ്പൊക്കം വന്നാൽ അവരുടെ ശൗചാലയം മുഴുവൻ വെള്ളം കയറി നിറഞ്ഞു പോകും. 10 ദിവസത്തേക്ക് പിന്നെ കക്കുച്ച് പോകാൻ പറ്റിയ. ഇതാണ് അടിസ്ഥാന വികസന ഡെവലപ്മെന്റ്സ്. അപ്പം ഇത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ. അതും അതിന് പാക്കേജുകൾ ഉണ്ടാകണം. ഇതിന് കൊടുക്കുന്നത് ഒരു വീട് വെക്കാൻ കൊടുക്കുന്നത് 4 ലക്ഷം രൂപ. പട്ടികാതി ഭേദത്തിട്ട് ഒരാൾക്ക് കൊടുക്കണം. മത്സ്യത്തൊഴിലാളി കൊടുക്കുന്നത് 6 ലക്ഷം രൂപ. ഇതുകൊണ്ട് ഈ പ്രദേശത്ത് വീട് വരുമോ? ഒരു മെറ്റീരിയൽ കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് എന്താവും? ഇവിടെ അല്ലാതെ എന്തോരം പൈസ ചെലവഴിക്കുന്നത്. അപ്പൊ ഇഷ്ടംപോലെ പണം ഗവൺമെന്റ് അനധികൃതമായിട്ട് ഇപ്പൊ ഈ ഗവൺമെന്റ് ഇലക്ഷൻ കാലഘട്ടത്തിൽ എത്രയോ കോടി രൂപയാണ് അവരുടെ പ്രചരണത്തിന്റെ ചെലവഴിച്ചത്. അതിന്റെ 10-1 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പാവപ്പെട്ടവർക്ക് ജീവിച്ചു പോകാൻ പറ്റും. ഇപ്പം നമ്മുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി ബ്ലോക്കായി കിടക്കുന്നു. നമ്മുടെ പൊതുവിതരണ രംഗം ബ്ലോക്കായി നിൽക്കുന്നു. നമ്മുടെ ആശുപത്രികൾ ലോകോത്തര നിലവാരം പറയുന്നുണ്ട്. ചെന്ന് ഞാൻ വരുന്നില്ല. വൈക്കത്ത് ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോക്ടറില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ, ഒരു റിട്ടയർഡ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ്, CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറിയും മക്കളും കൂടി വീടാക്രമിച്ചു. ഞങ്ങളെ രാത്രി അവരെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ലേഡി ഡോക്ടർ ഇരിപ്പുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് കാര്യങ്ങളൊന്നും അറിയാൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ ഞാൻ ഇത് നൈറ്റിൽ വന്നിരിക്കുന്ന ഒരു ട്രെയിനി ആണെന്ന് പറഞ്ഞത്. ഇത്രയും വലിയൊരു ആശുപത്രിയിൽ ട്രെയിനി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ശോചനീയമായ അവസ്ഥ ഞാൻ സൂചിപ്പിച്ചത്. ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രശ്നം വളരെയധികം കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആ ഒരു കാര്യത്തിന് ഇപ്പം താങ്കൾ വിജയിച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും? തീർച്ചയായിട്ടും. എൻ്റെ അമ്മ ഹൃദയാഘാതമുണ്ടായി വഴിയെ ഹോസ്പിറ്റലിലേക്ക്, അത് മുട്ടിയറ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം എൻ്റെ മടി കിടന്ന് മരിച്ചത്. അതുപോലെ 100 കണക്കിന് അമ്മമാരും അച്ഛന്മാരും ഈ വഴിയോരത്ത് വണ്ടിയിലും ഓട്ടോറിക്ഷയിലും ആംബുലൻസും മരിക്കുന്നുണ്ട്. ആദ്യം വേണ്ടത് നമുക്ക് ഇവിടെ ഒരു കാർഡിയാക് യൂണിറ്റ് ആണ് വേണ്ടത്. ദീർഘനാളുകളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ ഒരു കാർഡിയാക് ബ്ലോക്ക് കൂടെ കൊണ്ടുവരും. ഈ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കും. ഈ ഹൃദയാഘാതം